അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും സമർ മീഡിയ പ്രൊഡക്ഷൻ്റെ റയ്യാൻ റമളാനിലേക്ക് സ്വാഗതം. വ്രതം വളർത്തുന്ന വിശ്വാസി എന്ന ഒരു തലക്കെട്ട് റമളാൻ പുസ്തകത്തിനകത്തുണ്ട്. എങ്ങനെയാണ് അതിനെ ഒന്ന് ചുരുക്കി വിവരിക്കുക? വ്രതം വളർത്തുന്ന വിശ്വാസി. വ്രതം ഒരു വിശ്വാസിയെ, യഥാർത്ഥ വിശ്വാസിയെ വളർത്തിയെടുക്കുന്നുണ്ട് എന്നാണ് ആ ടൈറ്റിൽ തന്നെ സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ വളരെ ആദരിക്കപ്പെട്ടവനാണ്. അള്ളാഹു അത് പറയുന്നുണ്ട്. ആദമിനെ നമ്മൾ ആദരിച്ചിട്ടുണ്ട്. മനുഷ്യന് വലിയ ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. മനുഷ്യന് ഈ ഭൂമിയുടെ അമാനത്ത്, ഇമാറത്ത്, ഖിലാഫത്ത് ഒക്കെ ഏറ്റെടുത്ത ഒരാളാണ്. സത്യത്തിൻ്റെ സാക്ഷികളാണ്. ഷഹാദത്തുൽ ഹക്ക് നിർവഹിക്കേണ്ടവനാണ്. അള്ളാഹു പ്രപഞ്ചത്തെ പടച്ച ശേഷം ഇന്നാ അറദിനൽ അമാനത്ത അലസമാവാത്തി വൽ വൽ ജിബാൽ എന്ന് തുടങ്ങുന്ന ആയത്തുകളിൽ മനുഷ്യൻ്റെ മുമ്പിൽ ഈ അമാനത്ത് വെച്ച് നീട്ടുന്നതിന് മുമ്പ് ആകാശത്തോട്, പർവ്വതത്തോട് ഇതിൻ്റെ ഒരു സുരക്ഷിതത്വം, ഇതിൻ്റെ ഒരു സംരക്ഷണം ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞതായി ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യനാണത് ഏറ്റെടുത്തത്. അപ്പോൾ വലിയ ഭാരിച്ച ചില ഉത്തരവാദിത്തങ്ങൾ വിശ്വാസിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ പൊരുൾ, ഈ ജീവിതത്തിൻ്റെ അർത്ഥം, ഈ പ്രപഞ്ചത്തിൻ്റെ സംരക്ഷണം, അതിൻ്റെ നടത്തിപ്പ്, അതിൻ്റെ മേൽനോട്ടം മനുഷ്യനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ആദമിൻ്റെ മക്കൾ ആ നിലക്ക് ആദരിക്കപ്പെട്ടവരും വലിയ ഉത്തരവാദിത്തങ്ങളുള്ളവരുമാണ്. അതുപോലെ സമൂഹത്തിൽ നന്മ പ്രചരിപ്പിക്കുക, തിന്മ തടുക്കുക, അള്ളാഹുവിൻ്റെ ദീനിനെ ഇവിടെ നിലനിർത്തുക തുടങ്ങിയിട്ടുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ കേവലം നമസ്കരിക്കുന്നവനോ, കേവലം പൂജ ചെയ്യുന്നവനോ, കേവലം പ്രാർത്ഥിക്കുന്നവനോ അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ദൗത്യമേറ്റെടുത്ത ഒരു വിശ്വാസിയെ വളർത്തിയെടുക്കണമെങ്കിൽ ഇതുപോലെ കടുത്ത ചില പരിശീലനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ വ്രതം മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യൻ ആരാണ്, അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്. വ്രതം മാത്രമല്ല, ഇബാദത്തുകളൊക്കെ അങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അവന് സമർപ്പിതനായി പിശാചിനോട് പടവെട്ടുന്ന ഒരു വിശ്വാസി അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൂടി നിർവഹിക്കുവാൻ അവനെ പ്രാപ്തനാക്കുന്നു എന്നാണ് വ്രതം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവൻ്റെ തിന്മകളെ വിഭാടനം ചെയ്ത് അവനിൽ നന്മകൾ നട്ടുപിടിപ്പിച്ച് ഒരു പൂർണ്ണനായ നല്ലവനായ വിശ്വാസിയാക്കി മാറ്റി ഒരു നല്ല ഖലീഫയെ സൃഷ്ടിച്ച് അള്ളാഹു അവനെ ഒരുക്കി സമൂഹത്തിന് സമ്മാനിക്കുന്നു എന്നതാണ് വ്രതത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് കടുത്ത ചില പരിശീലനങ്ങൾ കൊടുക്കുന്നത്. ഒന്നാമതായി അവന് പൊരുതാനുള്ളത് പിശാചിനോടാണ്. അപ്പോൾ പിശാചിനോട് പൊരുതണമെങ്കിൽ, പിശാചിനോട് പടവെട്ടണമെങ്കിൽ അതിനു പറ്റിയ ചില പരിശീലനങ്ങൾ അവന് കൊടുക്കണം. അതാണ് യഥാർത്ഥത്തിൽ വ്രതം ഒരു വിശ്വാസിയെ മെരുക്കിയെടുക്കുന്നത്. ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, വിരളി പിടിച്ച ഒരു കുതിരയെ നിങ്ങൾക്ക് കൊന്നുകളയാം, പക്ഷേ വിരളി പിടിച്ച കുതിരയെ മെരുക്കിയെടുക്കുക അധികം ആൾക്കും സാധ്യമല്ല. അപ്പം മനുഷ്യന് വിരളി പിടിച്ച് മനുഷ്യത്വത്തിൽ നിന്നും ഉത്തരവാദിത്തത്തിൽ നിന്നും അകന്ന് മൃഗമായി മാറുമ്പോൾ, തേറ്റയുള്ള, ദ്രംഷ്ടങ്ങളുള്ള, ക്രൂരമായ തീപാറുന്ന കണ്ണുകളുള്ള ഒരു മൃഗമായി മനുഷ്യൻ മാറുമ്പോൾ അവനെ മെരുക്കിയെടുത്ത് നല്ലവനാക്കി, നല്ല മനുഷ്യനാക്കി വളർത്തുകയാണ് വ്രതം ചെയ്യുന്നത്. അതോടുകൂടി അള്ളാഹുവിൻ എന്തിനാണോ മനുഷ്യനെ സൃഷ്ടിച്ചത് ആ സൃഷ്ടിപ്പിൻ്റെ പൂർണ്ണത അവിടെ സാധ്യമാകുന്നുണ്ട്. അത് വ്രതത്തിൻ്റെ വലിയൊരു ലക്ഷ്യമാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു വിശ്വാസിയെ വളർത്തിയെടുക്കുന്നു. മൊത്തം നോക്കുമ്പോൾ ഒരു മാസത്തിലെ എല്ലാ ടൂളുകളും വെച്ച് നോക്കുമ്പോൾ ഒരു നല്ല വിശ്വാസിയാണ് വ്രതത്തോടു കൂടി ജനിക്കുന്നത്. ഒരു ചെറിയ അതിനോടൊരു കൂട്ടിച്ചേർത്ത് എനിക്ക് പറയണമെന്ന് തോന്നിയ ഒരു കാര്യം, ലോകത്തുള്ള എല്ലാ മതങ്ങളിലും വ്രതമുണ്ട്. പക്ഷേ ഇസ്ലാമിലെ വ്രതം ഒരർത്ഥത്തിൽ കുറച്ച് കടുത്ത ഒരു പരീക്ഷണമാണോ എന്ന് ചിലർക്കെങ്കിലും തോന്നിയ. അതൊരു ശരിയാണ്. അങ്ങനെ ആശങ്കിക്കാൻ വകുപ്പുണ്ട്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആളുകൾ പട്ടിണി കിടക്കുന്നു. ചിലപ്പോൾ അതിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, തൊഴിലാളികളുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു അതിലെ സ്വാഭാവികമായി നിയമത്തിൽ അവർക്കൊക്കെ ഇളവുണ്ട്. എങ്കിലും പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ട്രെയിനിങ് അല്പം കടുത്തതാണ്.
പക്ഷേ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ചില കടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കുന്നവർക്ക് കടുത്ത ചില ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ കടുത്ത രൂപത്തിൽ പരിശീലനം ആവശ്യമാണ്. അപ്പോൾ മനുഷ്യൻ്റെ വലിയ ദൗത്യം നിർവഹിക്കാൻ ഒരു വലിയ രൂപത്തിൽ അവനെ മെരുക്കിയെടുക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്കങ്ങനെ തോന്നുന്നുവെങ്കിലും മനുഷ്യൻ്റെ ഒരു അനിവാര്യതയായിട്ട് ഈ റമദാൻ വരുന്നത്. അപ്പോൾ റമദാൻ്റെ വലിയ ടാർഗറ്റുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് വളരെ അനിവാര്യമായിട്ട് തോന്നും. അപ്പോൾ ഞാൻ മലക്കുകൾ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. മലക്കുകൾ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ഭൂമിയിൽ രക്തം ചിന്തുന്ന അഥവാ സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്? ഞങ്ങളില്ലേ നിന്നെ ആരാധിക്കാൻ? നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, നിനക്ക് തസ്ബീഹ് പാടാനും സ്തോത്ര കീർത്തനങ്ങൾ സമർപ്പിക്കുവാനും നിന്നെ പരിശുദ്ധപ്പെടുത്താനും നിന്നെ അനുസരിക്കാനും ഞങ്ങളില്ലേ എന്ന് മലക്കുകൾ ന്യായമായൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിന് അല്ലാഹു പറയുന്ന മറുപടി, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ എനിക്കറിയാം. അഥവാ സ്വതന്ത്രനായ ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് ആ സ്വാതന്ത്ര്യമുള്ളതോടൊപ്പം അള്ളാഹുവിനെ സ്വീകരിക്കാനും ധിക്കരിക്കാനുമുള്ള അധികാരമുണ്ടായിരിക്കെ സ്വീകരണത്തിൻ്റെ പാത സ്വീകരിച്ചുകൊണ്ട് തിരസ്കാരത്തിൻ്റെ പാത തിരസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് മുഅ്മിനായി മുത്തഖിയായി നല്ല ഒരു മനുഷ്യനായി ഉത്തരവാദിത്വ ബോധമുള്ളവനായി ഒരു വിശ്വാസി മാറുമ്പോൾ അവനിലൂടെ ഭൂമിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അവൻ ഭൂമിയെ ഒരു സ്വർഗമാക്കി മാറ്റുന്നു. കാരുണ്യത്തിൻ്റെ ഉറവകൾ ഒഴുക്കുന്നു. മനുഷ്യരോട് നല്ല രൂപത്തിൽ അവൻ വർത്തിക്കുന്നു. ഇതാണ് ഭൂമിയിൽ സാധിക്കുന്നത്. ഒരു പക്ഷേ അള്ളാഹു ലോകത്ത് മലക്കുകളോട് പറയുന്നുണ്ടാകും, എൻ്റെ സൃഷ്ടി എത്ര മനോഹരമാണ് എന്ന് ഒരു പക്ഷേ മലക്കുകളോടുള്ള സാക്ഷ്യം പറയുന്നുണ്ടാകുമെന്ന് നമുക്ക് വിചാരിക്കാവുന്നതാണ്. ഇവിടെ മലക്കുകളുടെ എല്ലാ ആശങ്കകളെയും അസ്ഥാനത്താകുന്ന തരത്തിലാണ് ഭൂമിയിലെ മനുഷ്യ ജീവിതം സാർത്ഥകമാണ്. നമുക്കറിയാം, എന്തിനാണ് രക്തം ചിന്തുന്ന ഈ മനുഷ്യനെ നീ ഭൂമിയിലേക്ക് പടച്ചു വിടുന്നത് എന്ന് അന്ന് മലക്കുകൾ ചോദിച്ചിരുന്നു. ഒരർത്ഥത്തിൽ പരിശുദ്ധ റമദാൻ അതിനെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. ഭൂമിയിലെ മനുഷ്യൻ്റെ ജീവിതം സാർത്ഥകമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. തീർച്ചയായിട്ടും അത്തരത്തിൽ ഓരോ നോമ്പിനെയും അർത്ഥപൂർണമായി മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും കഴിയുന്നുണ്ടോ എന്നതാണ് ഇന്ന് ഞാൻ ഉയർത്തുന്ന ഒരു ചിന്ത. മാന്യപ്രേക്ഷകർക്ക് റയ്യാൻ റമദാനിലേക്ക് സ്വാഗതം. റയ്യാൻ റമദാനിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് അഭിനയം ജീവിതം തന്നെ എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു കലാകാരനാണ് മുക്കം ബാസി. മുക്കം ബാസി മാഷിന് റയ്യാൻ റമദാനിലേക്ക് സ്വാഗതം. സന്തോഷം. മാഷിൻ്റെ ബാല്യകാല ഓർമ്മകൾ. ബാല്യകാലം പിന്നെ എൻ്റെ കുട്ടിക്കാലം, എൻ്റെ അച്ഛനൊരു കൃഷിക്കാരന് അത്യാവശ്യം നെൽപ്പാടങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കലാജീവിതം തുടങ്ങുന്നത് ഈ പാടത്തുനിന്ന്. അവിടെ നാട്ടിപ്പാട്ടും ഞാറ്റുപാട്ടും കേട്ട് അവരുടെ കൂടെ ഞാൻ അക്ഷരങ്ങളൊന്നും വ്യക്തമായി അറിയാഞ്ഞിട്ട് കൂടി പാട്ടുപാടി അങ്ങനെ ഒരു താല്പര്യം എനിക്ക് കലയിൽ വന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടിലൊരു പ്രൈമറി സ്കൂള്, മണാശ്ശേരി ഗവൺമെൻറ് UP സ്കൂള്, അന്ന് UP അല്ല LP സ്കൂളാണ്, 5ാം ക്ലാസ് വരെ അവിടെയാണ് പഠിക്കുന്നത്. പിന്നീട് ആ കാലത്ത് നമ്മുടെ നാട്ടിൽ UP സ്കൂളുകളില്ല. 1950 ആദ്യമായിട്ട് മുക്കത്തൊരു UP സ്കൂൾ വരുന്നത്. അത് കൊറ്റങ്ങൽ കാഞ്ചനമാലയുടെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റിൽ ഒന്നാണ് അഗസ്റ്റ് മൊഴി UP സ്കൂള്. അപ്പോഴേക്ക് ഞാൻ 8ാം ക്ലാസ്സിലെത്തിക്കഴിഞ്ഞിരുന്നു. ഞാൻ ആ കാലത്ത് ഇവിടെ സ്കൂളില്ലാത്തതുകൊണ്ട് ചാത്തമംഗലത്ത് 5-6 മൈൽ നടന്നിട്ടാണ് ഞങ്ങൾ 8ാം ക്ലാസ് പാസ്സായത്. ഇവിടുന്ന് ഒരു സംഘം ഉണ്ടാവും, ആ സംഘത്തിൻ്റെ കൂടെ നടന്നിട്ടാണ് പോവാറ്. ബസ്സിലൊന്നും പോകാൻ അന്നത്തെ സാഹചര്യം അനുവദിച്ചിരുന്നില്ല. മാത്രമല്ല അന്ന്
ബസ് വളരെ കുറവാണ്. 2 കരി ബസ്സാണ് ഉണ്ടായിരുന്നത്, CWMSകാരുടെ. അത് സ്പീഡൊന്നുമില്ല, വെറുതെ എങ്ങനെ പോകും, അങ്ങനത്തെ ഒരു ബസ്സാണ്. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ നടന്ന് പോകും. അടിയും പിടിയും ഒരുപാട് പ്രശ്നങ്ങൾ കണ്ട വളരെ ചുളിയായിരുന്നു. അഭിനയം എങ്ങനെയാണ് ഉള്ളിൽ? അഭിനയം 1951 ഞാൻ പഠിച്ച ചാത്തമംഗലം UP സ്കൂളിലൊരു വാർഷികാഘോഷം നടന്നു. അവിടെ പ്രതാപസിംഹൻ എന്നൊരു നാടകം കളിച്ചിരുന്നു. ഒരു പ്രശസ്തനാണ്, ലഘുനാടകം. അതിൽ അക്ബർ ചക്രവർത്തിയുടെ മകൻ സലീം രാജകുമാരൻ്റെ ഞാൻ ആദ്യമായി എൻ്റെ മുഖത്തിൽ ചായം തേക്കുന്നത്. എൻ്റെ അഭിനയത്തിൻ്റെ ഹരിശ്രീ അക്ഷരാർത്ഥത്തിൽ അവിടെ നിന്ന് ആരംഭിക്കുന്നു. അതിനുശേഷം നാടക പ്രസ്ഥാനങ്ങൾ, സജീവമായ സാംസ്കാരികമായ യാത്രകൾ, ആ ഓർമ്മകളിലേക്ക്. ഞാൻ 50 വർഷക്കാലം, തികച്ചും 50 വർഷക്കാലം അമേച്ചർ നാടകത്തിലുണ്ടായിരുന്നു, ഒരു നടനായിരുന്നു ഞാൻ. പിന്നീട് 25 വർഷക്കാലം ആകാശവാണിയിൽ BI ആർട്ടിസ്റ്റായിട്ട്. അത് സർവീസുകളിലപ്പം. അപ്പം അത് അടുത്ത കാലത്ത് ഈ ശബ്ദത്തിന് കുഴപ്പം വന്നപ്പം ഞാൻ പിൻവാങ്ങിയില്ല. അതാണ് എൻ്റെ നാടക ജീവിതം. ഒരു 4 സിനിമയിൽ അഭിനയിച്ചു. പിന്നെ നാടകം, അമേച്ചർ നാടകങ്ങളായിരുന്നു എൻ്റെ പ്രത്യേകമായും എൻ്റെ തട്ടകം. പ്രൊഫഷണൽ നാടകത്തിന് എന്നെ ക്ഷണിക്കാത്തത് കൊണ്ടല്ല, ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് അതിൽ പോകാനൊരു വിഷമം. രണ്ടാമത് പ്രൊഫഷണൽ നാടകവേദി എനിക്ക് അത്രമാത്രം താല്പര്യമുള്ളൊരു വേദിയല്ല. കാരണം എനിക്ക് എൻ്റെ കുടുംബം നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ ജീവിതം എനിക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ പ്രൊഫഷണൽ നാടകത്തിലൊക്കെ പോയാൽ 2-3 നാടകം ഒരു പക്ഷേ ഒരു രാത്രി കളിക്കേണ്ടി വരും. അത് മാത്രമല്ല, ചിലപ്പോൾ തണ്ണിയൊക്കെ അടിക്കേണ്ടി വരും. അതോടുകൂടി നമ്മളെ ലൈഫ് നഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമേച്ചർ നാടകമായിരുന്നു. അതിനുശേഷം സിനിമ ജീവിതത്തിലേക്ക് വരുന്നു. സിനിമ ഞാൻ വരുന്നത് 14-ാം രാവ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ യാദൃശ്ചികമായി എനിക്കൊരു ക്ഷണം കിട്ടുകയാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. സലാം കാരശ്ശേരിയാണല്ലോ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. അത് മാത്രമല്ല അയാളെ അഭിനയിക്കുന്നുണ്ട്. ഒരു ദിവസം പെട്ടെന്ന് നമ്മളെ കാരശ്ശേരിയിലെ സലാം നടുക്കണ്ടിയും അതുപോലെ തന്നെ അസൈൻ മാഷും കൂടി ഒരു ജീപ്പിൽ കുതിച്ചു വരുന്നു ഇവിടേക്ക്. അപ്പം എന്നോട് പറഞ്ഞു, ബാസ് മാഷ്, ഞങ്ങൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഒരു ആർട്ടിസ്റ്റാണ്, നിങ്ങളതിൽ അഭിനയിക്കണം. ഞാനൊരു തമാശയായിട്ടാണ് കണക്കാക്കി, വെറുതെ പറയാൻ ഞാൻ വിചാരിച്ചു. സത്യമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കയറി ലൊക്കേഷനിലെത്തിയപ്പം അവിടെ PV ഗംഗാധരൻ അദ്ദേഹത്തിൻ്റെ ശുപാർശ പ്രകാരം ഒരാളെ മാതൃഭൂമി ഒരു വണ്ടിക്കാരനായിട്ട് അഭിനയിക്കാനാണ് കൊണ്ടുവന്നത്. പാട്ട് പാടിക്കൊണ്ട് കാളകളെ തെളിച്ച് മുന്നോട്ട് പോകണം. അദ്ദേഹം എത്ര ചെയ്തിട്ടും ശരിയാവുന്നില്ല. രാവിലെ മുതൽ അദ്ദേഹത്തെ നോക്കുന്നു. അവസാനം അയാളെ പറഞ്ഞയച്ചിട്ട് അയാൾക്ക് പകരമായിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ അവിടെ എത്തിയപ്പം MM കാരശ്ശേരി കൂടി വന്നു, സലാം കൂടി വന്നു. എന്നോട് പറഞ്ഞു, ഒരു വർഷം, അയാൾ പറഞ്ഞ വാക്കാണ്, ഒരു വർഷളനായിട്ട് ഇതുവരെ നോക്കിയിരുന്നു ബാസി, ഇങ്ങനെ റോള ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ചെയ്ത് നോക്കാം, എനിക്ക് സിനിമയെ പറ്റി ബോധമില്ല. അങ്ങനെ ഒരു റിഹേഴ്സൽ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു വണ്ടിക്കാരനാക്കി ഒരു മേക്കപ്പൊക്കെ ചെയ്ത് ഒരു വരിയനൊക്കെ അടിച്ച് തുപ്പിയൊക്കെ ഞാൻ വണ്ടി കയറി കാളകളത്തെടുക്കണം. അതോടൊപ്പം പാട്ടും പാടണം. എരഞ്ഞോടി മൂസ പാടുന്ന പാട്ടാണ് കൽബിൽ തുടിക്കുന്നത് പാട്ടിന്. റിഹേഴ്സൽ വെക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിതിൻ്റെ വേർഡ്സ് അറിയില്ല. അപ്പം 3-4 പ്രാവശ്യം വെച്ച് ഈ പാട്ട് വെച്ച് ഒരു മൈക്കിൽ വെച്ചു, മാപ്പിളപ്പാട്ട്. അത് സത്യം പറഞ്ഞ പഴയ കാലത്തൊക്കെ ഞാൻ നന്നായി പാടിയിരുന്നു. മാപ്പിളപ്പാട്ട് എനിക്ക് പണ്ടേ ഇഷ്ടം. അപ്പം അതെൻ്റെ ഹൃദയത്തിൽ തങ്ങിയെന്നു ആ ട്യൂണ്. പിന്നെ എന്നോട് പറഞ്ഞു, വല്ല സംശയം ഉണ്ടെങ്കിൽ വണ്ടീൻ്റെ തണ്ടമ്മിൽ ഇത് എഴുതി വെച്ചു മുഖ്യ മതി. അങ്ങനെ റിഹേഴ്സൽ എടുത്തു. ഓക്കെ, സ്റ്റാർട്ട്. ഞാൻ സുന്ദരമായി പാടി വണ്ടി തെളിച്ചു. അപ്പം തന്നെ ഓക്കെ.
അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കുന്നത്. അത് പാട്ട് പരിപൂർണമായിട്ടില്ല. പിളയിൽ വത്സലെ പിന്നെ എരഞ്ഞൊളി മൂസയാണ് പാടുന്നത്. അപ്പോൾ ഈ പുരുഷ ശബ്ദം ഞാൻ പാടുന്നു. എൻ്റെ തൊട്ട ബാക്കിൽ രവിമേനോൻ ഇരിക്കുന്നു. അദ്ദേഹം അത്ര വിൽപ്പനക്കാരൻ. അയാളെ പരിപൂർണമായ ധൈര്യം തന്നു ചെയ്തോളൂ. ഞാൻ പറഞ്ഞു എനിക്കൊരു വേദാറില്ല, കാരണം വരുമ്പോൾ വരട്ടേച്ച്. അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ. പിന്നെ രണ്ടാമത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഏകദേശം അതേ വർഷം 1978 79 മൊയ്തീൻ ഒരു സിനിമ, അഭിനയം എന്നാണ് ആ സിനിമ. പ്രൊഡ്യൂസറാണ്. അത് ജയൻ വിധുബാല, അവരാണ് ജോഡി. അപ്പം എന്നോട് മൊയ്തീൻ ആദ്യം പറഞ്ഞു ഞാനൊരു പടം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മൊയ്തീൻ 2-3 പടം എടുത്ത് പൊട്ടിക്കിടക്കുക. കറുത്ത പെണ്ണ്, അതാണ് ആദ്യത്തെ പടം. പിന്നെ നിഴലേനെ സാക്ഷി രണ്ടാമത്തെ പടം. മൂന്നാമത്തെ പടമാണ് അഭിനയം. അപ്പം എന്നോട് പറഞ്ഞു ബാസിയാണ് കുറവ് പടമുണ്ട്, നല്ല റോഡാണ്. അത്ര ഗൗരവമായിട്ടൊന്നും കണക്കാക്കില്ല. കാരണം മൊയ്തീന് ഒരു ചെറിയ ദൂഷ്യമുണ്ട്. മൊയ്തീൻ വലിയ വലിയ പരിപാടി ആസൂത്രണം ചെയ്യും, പക്ഷെ അതൊക്കെ വിജയിപ്പിക്കാൻ കഴിയാറില്ല, ഇടയ്ക്ക് പോവും. അപ്പം ഞാനത് ഗൗരവമായിട്ട് കണക്കാക്കില്ല, വരുമ്പോൾ കാണാൻ വിചാരിച്ചു. അങ്ങനെയാണ് അഭിനയം. ബേബിയാണ് സംവിധാനം ചെയ്യുന്നത്, കോഴിക്കോട്ടുകാരൻ. മുക്കത്താണ് ലൊക്കേഷൻ. അപ്പം എനിക്ക് അതിൽ ഒരു റിട്ടയർഡ് അധ്യാപകൻ്റെ വേഷമായിരുന്നു. ഇതുപോലെയായിട്ടുള്ള കോമ്പിനേഷൻ സീനാണ് ഫസ്റ്റ് ടൈം. അപ്പം ബേബി എന്നോട് ചോദിച്ചു, ബേബി സാറെന്ന് പറയട്ടെ, എന്നോട് ചോദിച്ചു എന്താ ബാസു പക്ഷേ അഭിനയിക്കാൻ പറ്റുമോ, നാടകത്തിലൊക്കെ അഭിനയിച്ചു. ഞാൻ പറഞ്ഞു നാടകത്തിലോ അഭിനയിച്ചുള്ളൂ. അപ്പം എങ്ങനെ നിങ്ങൾ ഡയലോഗ് പറയും? ഞാൻ പറഞ്ഞു ഒരുപാട് റിഹേഴ്സലൊക്കെ എടുത്തിട്ട് പറഞ്ഞു, ഇവിടെ ഇപ്പം നമുക്ക് ഡയലോഗ് ബൈഹാർട്ടാക്കാൻ കഴിയില്ലല്ലോ. ഞാൻ പറഞ്ഞു പറയുമ്പോൾ ചെയ്താൽ മതിയോ? ആയിക്കോട്ടെ സാർ. അങ്ങനെ ഇതേ രീതിയിൽ അയാൾ റിഹേഴ്സൽ കാണിച്ചു. ഞാൻ ഇതുപോലെയായിട്ട് സംസാരിച്ചുകൊണ്ട് വരുന്നു. ഒരു പ്രത്യേക സ്ഥലത്ത് ഞാൻ നിൽക്കുന്നു, തിരിഞ്ഞ് വീണ്ടും അവിടെ നോക്കുന്നു, വീണ്ടും മുന്നോട്ട് നടക്കുന്നു, സംസാരിക്കും. ഇത് കാണിച്ചു ഞാൻ ചെയ്തു, വളരെ ഈസിയായിട്ട് ചെയ്തു. അപ്പോൾ തന്നെ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെയാണ് അഭിനയത്തിൽ അഭിനയിക്കുന്നത്. പിന്നീട് ഈ പടം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ജയൻ കോളിളക്കത്തിൽ മരിച്ചു പോകും. അതുകൊണ്ട് ഇത് ഇൻകംപ്ലീറ്റ് ആയി, കംപ്ലീറ്റ് ആക്കില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ചെന്നൈയിലേക്ക് വിളിക്കുക. അങ്ങനെ ഞാൻ ചെന്നൈയിൽ പോയി, അവിടെ വെച്ചാൽ കംപ്ലീറ്റ് ആക്കുന്നത്. അത് ജയനൊരു ട്യൂബ് ഇട്ടതാണ്. ഒരു തിരുവല്ലക്കാരൻ ബാബു, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ, ഏകദേശം ജയൻ്റെ അതേ ഫിഗർ. അയാൾ സൈഡ് ബോസൊക്കെ, അയാളെ സൈഡ് ബോസൊക്കെ ഇട്ടിട്ടാണ് ആ പടം കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെയാണ് അഭിനയം ചെയ്യുന്നത്. ഇപ്പോൾ വി പി മൊയ്തീനുമായിട്ട് 27 വി പി മൊയ്തീനെ ഞാൻ കാണുന്നത് 1955 മുക്കം ഹൈസ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യുക, നമ്മുടെ നാട്ടിലെ ആദ്യത്തെ ഹൈസ്കൂൾ. അപ്പം ഇത് ഉദ്ഘാടനത്തിന് വേണ്ടി ഞാനിത് കാണാൻ പോയതാണ്. ഒരുപാട് ആളുകൾ, പൗരപ്രമുഖരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, നാട്ടുമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, രക്ഷിതാക്കളുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഇത് കാണാൻ പോയാൽ അപ്പം അവിടെ ചെറുപ്പക്കാരൻ ഒരു ക്യാമറ കഴുത്തിൽ തൂക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫ്ലാഷ് മിന്നിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഓടി നടക്കുന്നു. വളരെ ഊർജ്ജസ്വലതയുള്ള ചെറുപ്പക്കാരൻ, സുന്ദരൻ, ഒരു ചടുലത അദ്ദേഹത്തിൻ്റെ ചലനങ്ങളിലൊക്കെ. അപ്പോൾ സ്വാഭാവികമായി എനിക്ക് ആ കക്ഷി ആരാ എന്നറിയണം. അപ്പം ഞാൻ ചോദിച്ചു അടുത്തെല്ലാവരും ആരാണത്? അപ്പം അതിനോട് തിരിഞ്ഞു നോക്കി പറഞ്ഞാൽ അറിയില്ലേ, അതാണ് ബി പി മൊയ്തീൻ. അതായത് ഞാനൊരു വിഡ്ഢി, ഈ നാട്ടിൽ ബി പി മൊയ്തീൻ പോലുള്ള ആളുകളൊന്നും എനിക്കറിയില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ടായി. അപ്പോൾ എൻ്റെ മനസ്സിൽ മൊയ്തീൻ ഉടക്കി നിന്നു. ഞാൻ തിരിച്ചു പോന്നു. അന്ന് ഹൈസ്കൂളിൽ പഠിക്കാനുള്ള സാമ്പത്തിക സാഹചര്യം കുറവായിരുന്നു. 7 രൂപയായിരുന്നു ഫീസ്. 7 രൂപ 1955 7 രൂപ. അപ്പം ഞാൻ 8ാം ക്ലാസ്സൊക്കെ വളരെ നല്ല മാർക്കോട് കൂടി പാസ്സായി. വെറുതെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം തോന്നി. പ്രത്യേകിച്ച് നാട്ടിലൊരു ഹൈസ്കൂൾ വന്നപ്പം ഞാൻ അമ്മേനോട് കെഞ്ചി, അമ്മ എനിക്ക് 25 രൂപ വന്നു,
ഈ രൂപയുമായി ഞാൻ മുക്കൈ സ്കൂളിൽ മാസ്റ്റർ നേരിട്ട് കണ്ടു. അദ്ദേഹത്തോട് സംഗതി പറഞ്ഞു. അപ്പം അത് എന്നോട് വെച്ചു, നായരാണോ? അതെ സാർ. അപ്പം നമുക്ക് ആനുകൂല്യമൊന്നും കിട്ടൂല. ഏതായാലും ഞാനൊരു സ്കോളർഷിപ്പ് നോക്കാം. എത്ര മാർക്കുണ്ട് ESLC? നല്ല മാർക്കൊക്കെ പറയാം. കണക്കിന് എത്ര മാർക്ക്? ഞാൻ പറഞ്ഞു 100 എന്ന് വെച്ചായിരുന്നു. അയാൾക്കൊരു അത്ഭുതം, 100ൽ 100 കിട്ടാറില്ല. അപ്പനോട് ധൈര്യമായിട്ട് നാളെ വന്ന് ചേർന്നു. ഒരു നോട്ട് പുസ്തകം മാത്രം വാങ്ങിയാൽ മതി. അദ്ദേഹത്തിൻ്റെ ആ പ്രോത്സാഹനത്തിൻ്റെ പേരിൽ പിറ്റേന്ന് ഞാൻ ഹൈസ്കൂളിൽ ചേരാൻ പോകുന്നു. അങ്ങനെ 9ാം ക്ലാസ്സിൽ, അതായത് 4th ഫോം അന്നത്തെ, ചേർന്ന് പ്യൂ എന്നെ ക്ലാസ്സിലേക്ക് കടത്തിയപ്പോൾ മൊയ്തീൻ ഉണ്ട് ബാക്ക് ബെഞ്ചിലിരിക്കുന്നു. എന്നെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വാ വാ എന്ന് പറഞ്ഞു. അങ്ങനെ മൊയ്തീൻ്റെ അടുത്തിരുന്നു ഞാൻ. 1955 അന്ന് തുടങ്ങിയ സൗഹൃദമാണ് മൊയ്തീനായിട്ട്. മൊയ്തീൻ 1982 ജൂലൈ 15 മരിക്കുന്നത്. അതുവരെ, അതായത് 27 വർഷത്തെ ആ കാലഘട്ടത്തിലെ വളരെ സുദൃഢമായ ബന്ധമാണ് ഞാനും മൊയ്തീൻ തമ്മിൽ. ഒരുപാട് അനുഭവങ്ങളുണ്ട്. മാഷ്, നമ്മൾ റയ്യാൻ റമദാൻ എന്ന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. മാഷിൻ്റെ ഒരു റമദാൻ അനുഭവങ്ങൾ, നോമ്പിൻ്റെ അനുഭവങ്ങൾ, നോമ്പ് തുറ അനുഭവങ്ങൾ, അതൊക്കെ പ്രേക്ഷകർക്ക്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുക്കം പ്രദേശത്ത് കുറേ മുസ്ലിം കുടുംബങ്ങളുണ്ടെന്നല്ലാതെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് മുസ്ലിം കുടുംബം വളരെ കുറവാണ്. എങ്കിൽ പോലും മുക്കത്തെ പ്രമുഖരായ അബ്ദുള്ള കോയ, കുഞ്ഞാലി ഹാജി, അതുപോലെ ഈ കുഞ്ഞാലി, ഇവരൊക്കെ ഞാൻ വളരെയധികം അടുത്ത ബന്ധമുണ്ട് എനിക്ക്. അപ്പോൾ അവരൊക്കെ ഉൾക്കൊള്ളുന്ന ചില റംസാൻ വിരുന്നുകളുണ്ടാവും. നോമ്പ് തുറാന്നോ എന്താ എനിക്കറിയില്ല. അതിന് മിക്കവാറും എന്നെ ക്ഷണിക്കും, എല്ലാവരും ക്ഷണിക്കാൻ. അത്രയും കാര്യങ്ങളിൽ അവരുടെ കൂടെ പോയി വളരെ സൗഹാർദ്ദപരമായി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞ് അനുഭവം എനിക്ക് കാര്യമായിട്ടുള്ളത്. ആ ഒരു സൗഹൃദങ്ങൾ ഇപ്പോഴും തുടരുന്നു? തീർച്ചയായിട്ടും തുടരുന്നുണ്ട്. മുക്കം പല അർത്ഥങ്ങളിൽ സാംസ്കാരികമായി, പ്രത്യേകിച്ച് മാഷക്കാലത്ത് നാടകവും സിനിമയും എഴുത്തും വായനയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഒക്കെ ഒരു ഈറ്റില്ലമായിരുന്നല്ലോ. അതെ. ആ ഒരു ഓർമ്മകൾ മാഷ എങ്ങനെയാണ് ഇവർക്കുന്നത്? അതായത് മുക്കത്ത് 1969 ഒരു സാഹിത്യ ക്യാമ്പ് വരുന്നത്. അത് മുക്ക ഹൈസ്കൂളിലാണ്. കേരള സാഹിത്യ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ആ ക്യാമ്പ് സംഘടിപ്പിക്കപ്പെട്ടത്. ഇത് സംഘടിപ്പിച്ചത് BP മൊയ്തീനും ഞാനും മായൻകുട്ടി മോശം കൂടിയാണ്. ഇത് സംഘടിപ്പിക്കാനുള്ള കാരണം, അന്ന് GN ചേലനാട്ട്, MR ചന്ദ്രശേഖർ, APP നമ്പൂതിരി, വത്സല ടീച്ചറെ, ഇവർ മുക്കത്ത് വരികയാണ്. ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്ന പറഞ്ഞ് മൊയ്തീനെ കാണുന്നു. അപ്പം മൊയ്തീനെ വിളിച്ചു. അപ്പം ഞങ്ങൾ അതിനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു. ഈ ക്യാമ്പ് ഏകദേശം ഒരാഴ്ചക്കാലം നീണ്ടുന്നു. അതൊരു സമ്പൂർണ്ണ ക്യാമ്പായിരുന്നു. സമ്പൂർണ്ണം ഞാൻ ഉദ്ദേശിച്ചത് കവിത, നോവല്, നാടകം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നു അങ്ങനത്തെ ഒരു ക്യാമ്പ്. അതിൽ MT വാസുദേവൻ നായർ, SK കുറ്റക്കാട്, S കുപ്തൻ നായർ, വിഷ്ണുനാരായണൻ നമ്പൂതിരി, NN കക്കാട്, ചെറുക്കാട്, കുഞ്ഞു ഹിമാംശൻ, MT വാസുദേവൻ നായർ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ഇവരൊക്കെ പ്രമുഖരായ ആളുകൾ പങ്കെടുത്തു. അത്ര അർത്ഥവത്തായിരിക്കുന്ന SK കുറ്റക്കാട് നാടൻ പ്രേമത്തിനെ പറ്റിയൊക്കെ പറഞ്ഞ് ഇരുവിഴിഞ്ഞിപ്പുഴയുടെ മണൽ തീരത്ത് കൂടി ഞങ്ങൾ നടന്നതും, അതുപോലെ S കുപ്തൻ നായർ വളരെ മനോഹരമായി പാടിയതും ഒക്കെ ഇന്ന് പച്ച പിടിച്ചോ മനസ്സിൽ. ഇവരൊക്കെ ആയിട്ട് നേരിട്ട് ബന്ധപ്പെടാനും, ഞാൻ അന്നും അത്യാവശ്യം കവിത എഴുതും. എൻ്റെ കവിത NN കക്കാടാണ് അന്ന് അവിടെ അവതരിപ്പിച്ച് വിലയിരുത്തി സംസാരിച്ച്. അവരൊക്കെ ആയിട്ട് വളരെ ആത്മബന്ധം പുലർത്താണ്ട്. ആ കാലത്ത് ഈ ക്യാമ്പിലെ സ്റ്റുഡൻസ് ആയിരുന്നു MM കാരശ്ശേരിയും അമീച്ചനും. അവരവിടുത്തെ സ്റ്റുഡൻസ് ക്യാമ്പിൽ പഠിക്കാൻ വേണ്ടി വന്നത്. അത് ഞാൻ എപ്പോഴും പറയും ആ ക്യാമ്പിനെ പറ്റി. ഞാനൊക്കെ സംഘാടകനാണ്. അതേ അവസരത്തിൽ ക്യാമ്പിലും പങ്കെടുക്കും. അപ്പം ഒരർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പാണ്ഡവരുടെ ജ്യേഷ്ഠനാണ് ധർമ്മപുത്രൻ. അദ്ദേഹം അരക്കളവ് പറഞ്ഞതിന് നരകം കാണാൻ വന്നൊരു കഥ. അരക്കളവ് പറഞ്ഞു. അയാൾ പറഞ്ഞ എന്താണ്, ദ്രോണാചാര്യരെ കൊല്ലണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. എന്നാലും അയാളെ വസ്ത്രം വില്ലുവാസ്ത്രം താഴെ ഉൾക്കൊള്ളും.
അല്ലെങ്കിൽ അയാളെ ആർക്കും കൊല്ലാൻ കഴിയില്ല. ശ്രീകൃഷ്ണൻ പറഞ്ഞ് ഇയാളെ ഫലിപ്പിക്കാൻ, അതായത് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് അയാളോട് പറയണം ദ്രോണാചാര്യൻ. അത് ഭീമസേനൻ പറഞ്ഞാലും അർജുനൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും അയാൾ വിശ്വസിക്കില്ല. ഇയാൾ സത്യത്തിൻ്റെ മൂർത്തീകരണമാണ് യുധിഷ്ഠിരൻ ധർമ്മപുത്രൻ. അപ്പം ഇയാൾ പറഞ്ഞു ഞാൻ എന്തായാലും അത് പറയില്ല. ഇയാൾ ഗുരുനാഥൻ കൂടിയാണല്ലോ. അപ്പം ഇവരെന്ത് ചെയ്തു, ഒരാനക്കുട്ടിക്ക് അശ്വത്ഥാമ എന്ന് പേര് കൊടുത്തു. എന്നിട്ട് അതിനെ ഭീമൻ തച്ചു കൊന്നു. എന്നിട്ട് ഇയാളോട് പറഞ്ഞു അശ്വത്ഥാമ ഹത കുഞ്ചര, ആന, അത് പറഞ്ഞാൽ മതി. അപ്പൊ അവിടെ ഒരു സത്യമുണ്ട്, ആനേനെ കൊന്നു. ഇയാൾ ഉറക്ക വിളിച്ചു പറഞ്ഞു, പിന്നെ യുധിഷ്ഠിരൻ ധർമ്മപുത്രൻ അശ്വത്ഥാമ ഹത, മറ്റേ മെല്ലെ പറഞ്ഞു കുഞ്ചര. ഇത് കേട്ടപ്പം ദ്രോണാചാര്യൻ ഞെട്ടി, മകൻ മരിച്ചു, അസ്ത്രം താഴെ വെച്ചു. അപ്പോഴാണ് പാഞ്ചാലിയുടെ സഹോദരൻ ദൃഷ്ടദ്യുമ്നൻ എന്ന അയാൾ തേരിലേക്ക് ഓടിക്കേറി വാളെടുത്ത് കഴുത്തൻ വെട്ടുന്നത്. ഈ അരക്കളവ്, ഇതൊരക്കളവാണ് പറഞ്ഞതിന് ഇയാൾ നരകം കാണേണ്ടി വന്നൊരു ഗതികേടുണ്ട്. അങ്ങനെ അയാൾ നരകം ഒന്ന് കാണുക, ഒന്ന് ദർശിക്കാം. ഈ സമയത്ത് ആൾ കാണുന്നത് അയാളെ അമ്മ, അയാളുടെ സഹോദരന്മാർ, ഇവരൊക്കെ നരകത്തിൽ ഇങ്ങനെ വഴിച്ച് കളിക്കുന്നതാണ്. അപ്പൊ ഇയാൾ പോകുന്ന അവസരത്തിൽ ഇവർ പറയണം, ഏയ് മഹാശയ, അങ്ങ് പോകരുത്, അങ്ങയുടെ ശരീരത്തിൽ തട്ടിയ കാറ്റ് ഞങ്ങൾക്ക് ഇരുത്ത് കിട്ടുന്ന സുഖം ചില്ലറയല്ല എന്ന് പറയാൻ ഒരു അരനിമിഷമുള്ളത്. ഇതുപോലെയാണ് കേരള സാഹിത്യ സമിതിയുടെ സാഹിത്യകാരന്മാരുടെ ഈ ക്യാമ്പിൽ നിന്ന് അവരെ സമ്പർക്കം കൊണ്ട് എനിക്ക് കിട്ടിയ കാറ്റാണ് എൻ്റെ രചനയ്ക്ക് പ്രചോദനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും എഴുതാൻ കഴിഞ്ഞു. ജീവിതം അത് ഒരു വലിയ ഒഴുക്കാണ്. ബാസി മാഷയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നതേയുള്ളൂ. മാസ് പറഞ്ഞതുപോലെ ഓർമ്മകൾക്ക് മരണമില്ല. ഓർമ്മകൾ ഇവിടെ പച്ച പിടിച്ച് കിടക്കുകയാണ്. അഭിനയവും ജീവിതവും നാടകവും യാത്രയും സാംസ്കാരിക ഘോഷയാത്രകളുമൊക്കെ അദ്ദേഹത്തിൻ്റെ സ്മരണകളിൽ ഇപ്പോഴും നിറഞ്ഞു കിടക്കുന്നു. റയ്യാൻ റമദാനിൻ്റെ ഈ സെഗ്മെൻറ്റ് താൽക്കാലികമായി ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരിക്കൽ കാണാം. എല്ലാവർക്കും റമദാൻ മുബാറക്. റയ്യാൻ റമദാനിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ മജ്ലിസ് റയ്യാനിൽ ആദ്യത്തെ ചോദ്യം ടീം എയോട്. മക്കയിൽ പ്രവാചകരും ബന്ധുക്കളും 3 വർഷത്തോളം ഉപരോധിക്കപ്പെടുകയുണ്ടായി. മക്ക നഗരത്തിലെ ഒരു പ്രാന്ത പ്രദേശത്തെ മലഞ്ചെരിവിലായിരുന്നു അവർ ആ ദിനങ്ങൾ കഴിച്ചുകൂട്ടിയത്. ആ സ്ഥലത്തിന്റെ പേരെന്താണ്? ഉത്തരം ശരിയാണ്. ടീം ബിയിലേക്ക് പോകാം. മദീനയിലെ 2 അനാഥ മക്കളുടെ സ്ഥലം പണം കൊടുത്തു വാങ്ങിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവി പണിഞ്ഞത്. ആരായിരുന്നു ആ 2 അനാഥ ബാലന്മാർ? സഹൽ സുഹൈൽ. അതെ, ഉത്തരം ശരിയാണ്. സഹൽ സുഹൈൽ ആയിരുന്നു ആ 2 അനാഥ ബാലന്മാർ. വീണ്ടും ടീം എയിലേക്ക് പോകാം. ഖുറാനിൽ ഈസാ നബിയുടെ മാതാവിന്റെ പേരിൽ ഒരു അധ്യായമുണ്ട്. ഏതാണ് ആ അധ്യായം? ഖുറാനിൽ ഈസാ നബിയുടെ മാതാവിന്റെ പേരിൽ ഒരു അധ്യായമുണ്ട്. ഏതാണ് ആ അധ്യായം? സൂറത്തുൽ മറിയം. ഉത്തരം ശരിയാണ്. വീണ്ടും തിരിച്ച് ബിയിലേക്ക് തന്നെ പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് മൊത്തം എത്ര വർഷമായിരുന്നു? 23 വർഷം. ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് 23 വർഷമായിരുന്നു. ഇന്നത്തെ സെഗ്മെന്റിൽ ഇരു ടീമുകളും 2 പോയിന്റ് വീതം നേടി രണ്ടുപേരും വിജയികളായിരിക്കുകയാണ്. ഒരു നല്ല ഗാനം ആസ്വദിച്ചുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കും.